Assalamualaikum dear friends, welcome back to Shami's World. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാൽ വെച്ചിട്ടുള്ള ഒരു മധുര പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇന്ന് വരെ ആരും കഴിച്ചിട്ടില്ലാത്ത രീതിയിൽ ഉണ്ടാക്കുന്ന ഈ പലഹാരം നമുക്ക് വേഗം തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 1/2 കപ്പ് ശർക്കര ചീകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങ ഇതുപോലെ അമർത്തി എടുത്തിട്ടുള്ളതാണ്. 1/4 കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഈ തേങ്ങ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതുപോലെ അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകാൻ പാടില്ല. ഇതുപോലെ ഇരിക്കണം. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത തേങ്ങ ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുക്കുക. നമ്മൾ 1/2 കപ്പ് ചീകിയെടുത്ത ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് ഈ തേങ്ങയുടെയും ശർക്കരയുടെയും എല്ലാം വെള്ളം ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം. നമുക്ക് ഒരു ബോൾ പോലെ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോൾ ഒരു ബോൾ പോലെ ആയി കിട്ടണം നമുക്ക്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കല്ലും മണ്ണൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഈ ശർക്കര ഒന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ ഇട്ട് കൊടുക്കുക. അതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് ഉരുക്കി കിട്ടുമല്ലോ. ഉരുക്കി കിട്ടിയതിന് ശേഷം അതൊന്ന് അരിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ തേങ്ങ ഇട്ട് ഒന്ന് വറുത്ത് വറ്റിച്ചെടുക്കുക. അത്രയും മതി. ഇപ്പോൾ കല്ലൊക്കെ ഉള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 സ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈവിടാതെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ വെള്ളമെല്ലാം വറ്റി ഒന്ന് വരണം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികളെല്ലാം ചോദിച്ച് വാങ്ങി കഴിക്കും. അത്ര നല്ല ടേസ്റ്റാണ്. അതുമാത്രമല്ല ഹെൽത്തിയുമാണ്. ഞാൻ നെയ്യോ ഓയിലോ ഒന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല. അതുകൊണ്ട് വളരെയധികം ഹെൽത്തിയാണ്. ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നമുക്ക് ഡ്രൈ ആയി കിട്ടും. തേങ്ങയുടെയും ആ ശർക്കരയും എല്ലാം ഒന്ന് വെള്ളമൊന്നും ഇല്ലാതെ നമുക്ക് വറ്റി ഡ്രൈ ആയി കിട്ടണം. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പോൾ തേങ്ങയും ശർക്കരയും എല്ലാം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് എടുത്തുള്ളൂ. ഇനി നമുക്ക് ഉടൻ തന്നെ ഇതിൽ വെച്ചേക്കാൻ പാടില്ല. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഒരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. അടുത്തതായിട്ട് ഞാൻ ഫ്ലെയിം ഓണാക്കി ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പശുവും പാലാണ് എടുത്തിട്ടുള്ളത്, തേങ്ങാപ്പാലല്ല. 1 ലിറ്റർ പശുവും പാല്. ഇപ്പോൾ കവർ പാലെടുക്കാം, ഏത് പാല് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഫ്ലെയിം കൂട്ടിയിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഒന്ന് ചൂടായി വരുമ്പോൾ പാൽപ്പൊടിയും കൂടെ ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ഇതിന് മധുരം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പഞ്ചസാര ചേർക്കുന്നില്ല. അതിന് പകരം ഒരു 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ അത് പഞ്ചസാര ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന നമ്മൾ സ്റ്റഫായിട്ട് വെക്കുമല്ലോ, അപ്പോൾ അതിൽ തന്നെ നല്ല മധുരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മധുരം ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ പാലൊന്ന് നമുക്ക് ഒന്ന് ചൂടായി വരണം. പാലിത് ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൽ നിന്നും കുറച്ച് പാലെടുത്ത് ഇത് മിക്സ് ചെയ്യാം. ഇതിൽ നിന്ന് ഒരു കുറച്ച് പാൽ ഞാൻ എടുത്ത് ഇതിലോട്ട് മിക്സ് ചെയ്യാണ്. മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കട്ടയൊന്നുമില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. പാല് ചൂടായതിനു ശേഷം മാത്രമേ ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ തണുത്ത പാലാന്നുണ്ടെങ്കിൽ ഇത് കട്ടയായിട്ടിരിക്കും, അവിടെ കട്ട കെട്ടിയിരിക്കും. അപ്പം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി നമ്മൾ കലക്കി വെച്ച പാൽപ്പൊടിയുടെ മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കൈവിടാതെ നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൈവിടാതെ നമുക്ക് ഇളക്കി കൊടുക്കണം. ഇതൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്ന് ഈ പാലെല്ലാം ഒന്ന് വറ്റി നമുക്ക് വരണം. ഏകദേശം ഒരു 1/2 മണിക്കൂറിനകത്തൊക്കെ വരുള്ളൂ. ഫ്ലെയിം ഞാൻ കൂട്ടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ 1 കവറ് പാലെടുക്കുക. എന്ന് വെച്ചാൽ ഒരു 1/2 ലിറ്റർ പാലെടുക്കുക. അതിലോട്ട് ഈ 1 കപ്പ് പാൽപ്പൊടി ഇട്ട് ഇതുപോലെ കുറുക്കിയെടുത്താൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും. വളരെ താമസമൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കുറുക്കി വറ്റിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പാൽപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും. നമ്മുടെ ഈ സൈഡിലെല്ലാം പാൽ ഇതുപോലെ പറ്റിപ്പിടിച്ചിരിക്കും. അത് അവിടെ ഇരുന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചോ ഒരു സ്പൂണ് വെച്ചോ ഇളക്കി ഇതുപോലെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് കൈവിടാതെ നമുക്ക്
ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരാറാവുമ്പോൾ മാത്രം നമുക്ക് ഒന്ന് കൈവിടാതെ ഇളക്കി കൊടുത്താൽ മതി. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ചിലപ്പോൾ ഫ്ലെയിം കൂട്ടി ഇട്ട് കൊടുത്താൽ പൊങ്ങിക്കളയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കൂട്ടി ഇട്ട് കൊടുത്താൽ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ നല്ലോണം വറ്റി വരണം നമുക്ക്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സൈഡിലുള്ളതെല്ലാം എന്താ ഇതുപോലെ ഒരു സ്പൂണുണ്ടോ സ്പാച്ചിലുണ്ടോ ഇളക്കിയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് കരിഞ്ഞ് ഒരു ഇല്ലാതായി പോകും. അപ്പോൾ ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലും കൂട്ടിയിട്ടും മീഡിയം ഫ്ലെയിമിലിട്ടും അങ്ങനെയാണ് വറ്റിച്ചെടുക്കുന്നത്. അപ്പോൾ പാലിങ്ങനെ പൊങ്ങി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചെടുക്കുക. ഇപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് വറ്റിയിട്ടില്ല. നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. കുട്ടികൾ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. ഇത് അത്ര നല്ല ടേസ്റ്റാണ്. അപ്പോൾ പാലായത് കൊണ്ട് വേറെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പാല് കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ കുട്ടികൾ അറിയത്തുപോലുമില്ല. അപ്പോൾ ചില കുട്ടികൾക്കൊക്കെ പാല് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതുപോലത്തെ ഉള്ള സ്വീറ്റ് റെസിപ്പീസ് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത് പാലാണ് ഉണ്ടാക്കിയെന്ന് പറയത്തുമില്ല. അത്ര നല്ല ടേസ്റ്റാണ്. പാലിൻ്റെ ഒന്നും ആ ഒരു കുത്തലോ ഒന്നും തന്നെ കാണത്തില്ല. 20 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ പാലെല്ലാം എന്താ കട്ടിയായിട്ട് ചെറുതായിട്ട് കട്ടിയായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുറുക്കി കൊടുക്കാനായിട്ട്. ഫ്ലെയിം കൂട്ടിയിടാൻ പാടില്ല. പിന്നെ അടിക്ക് പിടിച്ചിട്ട് ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈവിടാതെ നമുക്ക് ഇളക്കി വറ്റിച്ചെടുക്കാം. അപ്പോൾ ഒരു 25 മിനിറ്റ് ആകുമ്പോൾ ഈ സ്റ്റേജ് ആയിക്കിട്ട് നമുക്ക് ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. സൈഡിലൊക്കെ ഉള്ളത് നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചോ ഇളക്കി ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ കൈവിടാതെ നമുക്ക് ഇളക്കി കൊടുക്കുകയും വേണം. നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അവസാനം നമുക്ക് വറ്റി വരുമ്പോൾ ഒരു 5 മിനിറ്റ് ഉണ്ടല്ലോ ഇളക്കി കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ആ 5 മിനിറ്റ് സമയത്തേക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇതുപോലെ ഇളക്കി കൊടുക്കാൻ. മീഡിയം ഫ്ലെയിമിൽ നിന്ന് മാറ്റിയിട്ട് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. പാനിൽ നിന്ന് നമുക്ക് ഇത് വിട്ട് വരണം. അതാണ് ഇതിൻ്റെ പരുവം. കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ്സ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. ശരീരത്തിനൊന്നും തന്നെ ഒരു കേടും ഉണ്ടാവില്ല. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ പാനിൽ നിന്ന് നമുക്കിങ്ങനെ ഉരുണ്ട് വരണം. ആയി വന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ആയപ്പോൾ തന്നെ നമ്മുടെ പാലിത് ഇവിടെ വറ്റി നല്ല അടിപൊളിയായിട്ട് പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ആച്ചിൽ വെച്ചോ ഒരു തടിത്തവി വെച്ചിട്ടോ ഇടയ്ക്ക് കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉടച്ചു കൊടുക്കണം. നല്ല സ്മൂത്താക്കി നമുക്ക് എടുക്കണം. നല്ല സ്മൂത്താക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരു പായ കിട്ടി. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഒരു പാത്രത്തിലോട്ട് നമുക്ക് ചെറുതായിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി നമുക്ക് മാറ്റാം. ഇപ്പോൾ ഇതൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നല്ലോണം കൈവച്ച് പ്രസ് ചെയ്ത് നല്ല സ്മൂത്താക്കി എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയിലെ ചെറിയ ജാറുണ്ടല്ലോ അതിൽ ഒന്നിട്ട് അടിച്ച് കറക്കിയെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഈർപ്പമൊന്നും ഇല്ലാത്ത ഒരു മിക്സി എടുക്കുക. അതിലോട്ട് ഇത് പാലിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. അപ്പം ഞാൻ എന്താ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും. ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്ക് ഇതൊന്ന് കുഴച്ച് കൈവച്ച് ഒരു ബോളാക്കി എടുക്കാം. നമുക്ക് മിക്സിയിൽ വെച്ച് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല സ്മൂത്താക്കി നമുക്ക് എടുത്താലും മതി. ഒട്ടും കട്ടയൊന്നുമില്ലാതെ നല്ല സ്മൂത്താക്കി നമുക്ക് കുഴച്ചെടുക്കണം. അപ്പോൾ ദാ സ്മൂത്താക്കി ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. തേങ്ങയുടെ മിക്സ് നല്ലോണം ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതാ ചെറിയ ചെറിയ നമ്മൾ ഉരുളകളാക്കി ഇതുപോലെ എടുക്കണം. നല്ലോണം ടൈറ്റ് ചെയ്ത് ഇതുപോലെ മുറുക്കി ടൈറ്റ് ചെയ്ത് ചെറിയ ചെറിയ നമ്മൾ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ മിക്സ് എല്ലാം ചെറിയ ചെറിയ ഉരുളകളാക്കി നല്ലോണം ടൈറ്റ് ചെയ്ത് ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാലിൻ്റെ മിക്സാണ്. ഒന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിന്ന് കുറച്ച് പാലിൻ്റെ മിക്സ് എടുക്കുക. നല്ലോണം നമുക്കിത് ഉരുട്ടിയെടുക്കാം. നാരങ്ങ വലുപ്പത്തിൽ ചെറിയ നാരങ്ങ ഉണ്ടല്ലോ ആ വലുപ്പത്തിലെടുക്കുക. എന്നിട്ട് കൈവെള്ളയിൽ വെച്ചൊന്ന് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്തതിനായിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഉരുള തേങ്ങയുടെ മിക്സ് വെച്ച് കൊടുത്തു. പിന്നെ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. തേങ്ങ പുറത്ത് കാണാത്ത രീതിയിൽ വേണം നമുക്ക്
ഇത് കവർ ചെയ്ത് കൊടുക്കാനായിട്ട്. തേങ്ങയുടെ മിക്സ് ഇതാ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഇതുപോലെ കയ്യിൽ വെച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. ഇതിൽ നിന്നും ഞാൻ ഒരെണ്ണം എടുത്ത് കട്ട് ചെയ്ത് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നു എന്ന്. ഒരെണ്ണം എടുത്ത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അത് കണ്ടല്ലോ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടും. അടിപൊളി ഒരു 4 മണി പലഹാരമാണ്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇതുപോലെയുള്ള എണ്ണ ഒട്ടും ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള പലഹാരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കാം. അതൊന്ന് കയറി കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഹെൽത്തിയും വെറൈറ്റിയും ആയിട്ടുള്ള റെസിപ്പീസിന് വേണ്ടി ഷമീസ് കർവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്